ബംഗ്ലാദേശിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ അവിടെ നടക്കുന്ന ഓരോ കൊലപാതകത്തിനും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ വിരുദ്ധൻ ഉസ്മാൻ ഷെരീഫ് ഹാദിയുടെ കൊലപാതകത്തിൽ ഇന്ത്യക്കെതിരെ വിരൽ ചൂണ്ടിയ യുഎസ് ഭരണകൂടത്തിന് ഇപ്പോൾ മുഖത്തേറ്റ പ്രഹരമായിരിക്കുകയാണ് ഒരു വീഡിയോ സന്ദേശം. കൊലയാളി ഇന്ത്യയിലുണ്ട് എന്ന മുറവിളി കൂട്ടിയവർക്ക് മുന്നിലേക്ക് ഞാൻ ദുബായിലുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാന പ്രതി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ യുവ നേതാവ് ഉസ്മാൻ ഹാദിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കാൻ വലിയ ഗൂഢാലോചനയാണ് ബംഗ്ലാദേശിൽ നടന്നത്. പ്രതികളായ ഫൈസൽ മസൂദും ആലംഗീർ ഷെയ്ഖും ഇന്ത്യയിലേക്ക് കടന്നുവെന്നും അവർക്ക് ഇന്ത്യ അഭയം നൽകുന്നുവെന്നുമായിരുന്നു ബംഗ്ലാദേശ് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഒക്കെ ആരോപണം. എന്നാൽ താൻ ഇന്ത്യയിലല്ല ദുബായിലാണുള്ളതെന്ന തെളിവ് സഹിതം ഫൈസൽ മസൂദ് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. താനൊരു ബിസിനസ്സുകാരനാണെന്നും ജോലി വാഗ്ദാനം ചെയ്ത് ഹാദി തന്നിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്നും മസൂദ് വെളിപ്പെടുത്തുന്നു. അതായത് ഒരു സാമ്പത്തിക തർക്കമോ അതല്ലെങ്കിൽ ആഭ്യന്തരമായ ഒരു കുടിപ്പകയോ ആകാം ഈ കൊലപാതകത്തിന് പിന്നിൽ. എന്നിട്ടും വസ്തുതകൾ അന്വേഷിക്കാതെ അത് വളച്ചൊടിച്ച് ഇന്ത്യയെ കുറ്റപ്പെടുത്താനായിരുന്നു മതമൗലികവാദി ഗ്രൂപ്പുകൾക്ക് ധൃതി. 2024 ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച പ്രക്ഷോഭത്തിലൂടെയാണ് ഉസ്മാൻ ഷെരീഫ് ഹാദി ശ്രദ്ധിക്കപ്പെടുന്നത്. തീവ്രമായ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയുമായിരുന്നു ഇയാളുടെ ഒരു മുഖമുദ്ര എന്ന് തന്നെ പറയാം. ഡിസംബർ 12 ധാക്കയിൽ വെച്ച് വെടിയേറ്റ ഹാദി സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഇതിന് പിന്നാലെ ബംഗ്ലാദേശിലെ തെരുവുകളിൽ ഇസ്ലാമിസ്റ്റ് മതമൗലികവാദികൾ അഴിഞ്ഞാടുകയായിരുന്നു. ബംഗ്ലാദേശിൽ എന്ത് അനിഷ്ട സംഭവം നടന്നാലും അതിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നത് അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളാണ്. ഹാദിയുടെ മരണത്തിന് പിന്നാലെ ഇന്ത്യയെ പഴിചാരിയും ഇന്ത്യൻ ചാരന്മാർ എന്ന് വിളിച്ച് അവിടുത്തെ ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ച് വലിയ ആക്രമണങ്ങളുമാണ് അവിടെ നടന്നിരുന്നത്. യുഎസ് ഭരണകൂടം ഈ നുണക്കഥകൾക്ക് വളമിട്ട് നൽകുകയും ചെയ്തിരുന്നു. സ്വന്തം രാജ്യത്തെ ക്രമസമാധാനം തകരുമ്പോൾ ജനശ്രദ്ധ തിരിക്കാൻ അവർക്ക് ഇന്ത്യ എന്നൊരു പേര് വേണം. യഥാർത്ഥ പ്രതികൾ ദുബായിൽ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ ബംഗ്ലാദേശിലെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കളുടെ വീടുകളും ആരാധനാലയങ്ങളും ഒക്കെ തകർക്കപ്പെടുകയായിരുന്നു. സത്യത്തിൽ ഈ രാഷ്ട്രീയ നാടകങ്ങളിൽ നിന്ന് എന്നും നഷ്ടം ഹിന്ദുവിന് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അയൽരാജ്യത്തെ അരാജകത്വം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. നുണകൾ പ്രചരിപ്പിച്ച് ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കി ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഇസ്ലാമിസ്റ്റ് അജണ്ടകൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുകയാണ്. ഫൈസൽ മസൂദിന്റെ ഈ വീഡിയോ വെറുമൊരു വെളിപ്പെടുത്തലല്ല, മറിച്ച് ഇന്ത്യക്കെതിരെ നുണക്കോട്ടകൾ കെട്ടുന്നവർക്കുള്ള കനത്ത പ്രഹരമാണ്. അന്താരാഷ്ട്ര സമൂഹം ബംഗ്ലാദേശിന്റെ ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.